ഹായ് ഫ്രണ്ട്സ്, ഷബ്നം ഷഹീർ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണിക്കണ്ടേ. എല്ലാവരും ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഹാങ് ഔട്ടും, പിന്നെ അത് മാത്രമല്ല കാർണിവലിൽ എല്ലാവരും ഫോർട്ട് ബീച്ചിലൊക്കെ നല്ലൊരു ക്രൗഡഡ് ഏരിയ. അപ്പോൾ അവിടെ നിന്നൊക്കെ മാറി ഒരു ചെറിയൊരു ടീ സ്പോട്ട് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയാലോ. അപ്പോൾ ടീ സ്പോട്ട് വരുന്നത് നീണ്ടകരയിലാണ്. അതിൻ്റെ ഇടയിലുള്ള ഒരു കണ്ടക്കടവ് റൂട്ട് വഴി വരുമ്പോൾ ഉള്ള ചെറിയൊരു വിഷ്വൽ ട്രീറ്റാണ് ഇത് കാണേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക, ഒരു എന്താ പറയുക, തുരുത്തിൻ്റെ അവിടെ ആയിട്ടുള്ള ഒരു ചെറിയ വീടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ലോങ്ങിൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിലുള്ള ചെറിയൊരു ബൈറ്റാണ് ഞാൻ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി. സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നീണ്ടകരയിലാണ്. ആ നീണ്ടകര ഇറങ്ങുമ്പോൾ തന്നെയാണ് ഈ ടീ സ്പോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, തുടർന്നുള്ള വീഡിയോക്കായി കാത്തിരിക്കണം. എന്നാലല്ലേ പുതിയ വീഡിയോ എനിക്കൊരു എന്താ പറയുക ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പോൾ ലെറ്റ്സ് ട്യൂൺ. ബൈ. ഹായ് ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങൾ വൈകുന്നേരം ഒരു ടീ സ്പോട്ടിന് പോകുന്ന സ്ഥലം. വട്ടാന്നൊക്കെ ചിലർ പറയും, എന്നാലും ഈ വട്ടമുള്ളവരിൽ നമ്മളിൽ കുറച്ച് പേരെങ്കിലും ഉണ്ടാവാതിരിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പാലത്തിൻ്റെ ഇടയിലുള്ള ഒരുപാട് കാഴ്ചകളും കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വൈകുന്നേരത്തേക്ക് ഒരു യാത്ര, ഒരു സായാഹ്ന സവാരി എന്നൊക്കെ പറയാം. ഇടയ്ക്ക് ഒരുപാട് സ്ട്രെസ്ഫുള്ളായ ലൈഫിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ നിമിഷങ്ങൾ വളരെ എന്താ പറയുക, വളരെ വാല്യുവബിളാണ്. അത് ഒരാൾ പോലും മിസ്സാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഒരു ടീ സ്പോട്ടാണെന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി ഇൻട്രോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് ഒരു പള്ളിയുടെ സൈഡിലൂടെ ഇട റോഡാണ്. ഇട റോഡിൽ കൂടെ കയറ്റിയപ്പോൾ ഉണ്ടായ വിഷ്വൽ ട്രീറ്റാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം എന്താ പറയുക, വഴിയാത്രക്കാർക്ക് ഫോട്ടോ എടുക്കാനും ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ ആംബിയൻസിന്, നല്ലൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയൊരു ആംബിയൻസിലാണ് ഈ ടീ സ്പോട്ടിലേക്കുള്ള വഴി അവർ സെറ്റാക്കിയേക്കണത്. അതായത് നമ്മൾ മെയിൻ റോഡിൽ കൂടെ എപ്പോഴും യാത്ര പിടിക്കരുത്. കാരണം മെയിൻ റോഡിനേക്കാൾ കൂടുതൽ ഇട റോഡുകളിലാണ് ഈ എന്താണ് ഗ്രാമത്തിൻ്റെയൊക്കെ ഭംഗി കാണണം എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനും കട പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടീ സ്പോട്ട്. വലിയ കടയൊന്നുമല്ല, ചെറിയ കടയാണ്. പക്ഷേ എന്നിരുന്നാലും അവരുടെ ആംബിയൻസ്, സോങ് സെലക്ഷൻസ് വളരെ സൂപ്പറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്ന് കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.